ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ആദ്യം തന്നെ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു 1.5 മുറി സവാള ഇട്ട് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സവാള വല്ലാതൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു വേവാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം, അല്ല ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. ഇനി അളവിനനുസരിച്ചുള്ള മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൂവോളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഒരു സമയത്ത്. അപ്പോൾ ഇനി നമുക്കതിലോട്ട് കഴുകി ക്ലീനാക്കി എടുത്തുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ആ മസാലയും അതുപോലെ നമ്മൾ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ജോയിൻ്റായി നല്ലൊരു മസാല എല്ലാത്തിലും പിടിച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത് തന്നെ. നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പെപ്പർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ മൂടി വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണിത്. ഇതങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ടേസ്റ്റ് ഇതിനുണ്ട് എന്നുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളല്ലേ. മസാലയൊക്കെ റെഡിയാക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മസാല റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ വേവേണ്ട ഒരു ടൈമേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ നെയ്ച്ചോറ്, അതുപോലെ പൊറോട്ട, പത്തിരി, ഇതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കൂടെ ചെയ്യാം കേട്ടോ. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീരെ ഗ്രേവി വേണ്ടാത്തവർക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്ത് അങ്ങനെ നല്ലൊരു ഇതാക്കിയെടുക്കാം. അല്ല കുറച്ച് കറിയൊക്കെ കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാക്കിയെടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.